ഡൽഹിയിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. 37 പേരെ രക്ഷപ്പെടുത്തിയതായി അഗ്നിരക്ഷാസേന അറിയിച്ചു. മാളവിയ നഗറിലെ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, മരണസംഖ്യ അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും മരണസംഖ്യ കൂടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. മാളവിയ നഗറിലെ ലെമൺ ഗ്രീൻ റെസ്റ്റോറൻറ്റിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അവിടെ ഏതാണ്ട് 40-ന് മുകളിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏകദേശ കണക്ക് എന്ന് പറയുന്നത്. 21 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. 11 പേരെ ഗുരുതരമായ പരിക്കുകൾ പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് അഗ്നിരക്ഷാസേന പറയുന്നത്. 37 പേരെ പുറത്തെടുത്തു എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇനിയും മരണസംഖ്യ കൂടാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരിക്കേറ്റവരിൽ ആശുപത്രിയിൽ എത്തിച്ചവരടക്കം മരിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഒരു വിവരമായി പുറത്തേക്ക് വരുന്നത്. ഏതായാലും മരണസംഖ്യ ഇപ്പോൾ 21 എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. 11 പേർക്ക് ഗുരുതരമായ പൊള്ളലേറ്റു എന്നാണ് നേരത്തെ അഗ്നിരക്ഷാസേന അറിയിച്ചത്. ഈ 37 പേരെ പുറത്തേക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. തീ പൂർണ്ണമായും അണയ്ക്കാൻ വേണ്ടിയും കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ 8:50 കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. പിന്നീട് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ച അഗ്നിരക്ഷാസേന 9:45 കൂടിയാണ് ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. അപ്പോഴേക്കും തീ വലിയ രീതിയിൽ ആ പ്രദേശത്ത് വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ചില ദൃശ്യങ്ങളൊക്കെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നത് ആ തീപിടുത്തം ഉണ്ടായ കെട്ടിടത്തിൻ്റെ മുകൾ നിലയിൽ നിന്നൊക്കെ ചില സ്ത്രീകൾ, 2 സ്ത്രീകൾ താഴേക്ക് ചാടുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഏതായാലും ഈ കെട്ടിടം 5 നിലകളിലായാണ് പ്രവർത്തിക്കുന്നത്. 25 മുറികളാണ് ഈ ഹോട്ടലിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഡൽഹി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നൊരു സ്കീമുണ്ട്. ഈ സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ 6 മുറികൾക്ക് മാത്രമാണ് അവിടെ ലൈസൻസ് നൽകിയിരുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ബാക്കിയുള്ള മുറികൾ അവിടെ അനധികൃതമായാണ് പ്രവർത്തിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും വലിയ ഒരു ദുരന്തം തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളത്. പല ആളുകളും ശ്വാസം മുട്ടിയും ഒക്കെയാണ് മരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാവിലെ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് പലരും ഉറക്കത്തിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഈ തീപിടുത്തം ഉണ്ടായത് ആദ്യം ഈ ഹോട്ടലിൻ്റെ ബേസ്മെൻറ്റിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തു നിന്നാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. പലർക്കും പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. വലിയ പുക ഉണ്ടായത് ബുദ്ധിമുട്ടായി. അങ്ങനെ പലരും ശ്വാസം മുട്ടിയൊക്കെയാണ് മരിച്ചിട്ടുള്ളത്. ചിലർ ഈ തീപിടുത്തത്തിലേക്ക് അപ്പുറത്തേക്ക് ഈ പുകയിൽ നിന്ന് ശ്വാസം മുട്ടിയാണ് കൂടുതൽ ആളുകൾ മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ദുരന്തത്തിൻ്റെ കൂടുതൽ വ്യക്തമായ ചിത്രം ഇനിയും ലഭിക്കേണ്ടതുണ്ട്. രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. ഈ പ്രദേശം എന്ന് പറയുന്നത് ഈ മാളവിയ നഗർ, തെക്കൻ ഡൽഹിയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഡൽഹിയിൽ ഏറ്റവും തിരക്ക് ഏറിയ ഒരു പ്രദേശമാണ്. ഈ ദുരന്തത്തിൽ ഏറ്റവും പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരും വിദേശികളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ദക്ഷിണാഫ്രിക്കയിൽ നിന്നൊക്കെയുള്ള ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. പഠിക്കാനും അതുപോലെ തന്നെ ഈ ചികിത്സയ്ക്കും മറ്റുമായി എത്തിയവരാണിവർ. ഇതിന് തൊട്ടടുത്താണ്, ഈ ഹോട്ടലിന് തൊട്ടടുത്താണ് മാക്സ് എന്ന് പറയുന്ന ആശുപത്രി. ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രിയാണ്. അവിടെ ഈ ചികിത്സയ്ക്കും മറ്റുമായി എത്തുന്ന ആളുകൾ സാധാരണ നിലയിൽ പ്രിഫർ ചെയ്യുന്നത്, താമസിക്കാനൊക്കെ എടുക്കുന്ന ഹോട്ടലുകൾ ഈ ഹോട്ടലാണ്. ഈ പറയുന്ന ഈ ലെമൺ ഗ്രാൻഡ് എന്ന് പറയുന്നത് ആ ഹോട്ടലിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അതിൽ മരിച്ചവരിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ ഉണ്ടായിരുന്നവരിൽ ഭൂരിഭാഗവും ഇത്തരത്തിൽ വിദേശ പൗരന്മാരാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ മരിച്ചവരുടെയൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് എത്ര വിദേശ പൗരന്മാർ മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ആരൊക്കെയാണ് മരിച്ചതെന്നൊക്കെയുള്ള വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും വലിയ ദുരന്തം നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടതിനപ്പുറത്തേക്ക് വലിയ വ്യാപ്തിയുള്ള ഒരു ദുരന്തം തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടായതെന്നുള്ളതിൽ തർക്കമില്ല. ഏതായാലും 37 പേരെ രക്ഷപ്പെടുത്തിയെന്ന് പറയുമ്പോഴും അതിൽ എത്ര പേരുടെ നില, അല്ലെങ്കിൽ എത്ര പേരുടെ നില ഇനി എങ്ങനെയാണെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും തീ പൂർണ്ണമായും നിലവിൽ അണച്ചിട്ടുണ്ട്. ഈ ഹോട്ടലിനകത്ത് കയറിയുള്ള രക്ഷാപ്രവർത്തനം തുടരുകയും ചെയ്യുകയാണ്. അതേസമയം ഈ ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 2 ലക്ഷം രൂപയും, മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 2 ലക്ഷം രൂപയും, പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് 50,000 രൂപയും ഇപ്പോൾ സർക്കാർ
പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം ഒരുപക്ഷെ അവിടേക്ക് എത്തുകയും ചെയ്യും. ഏതായാലും നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൽഹിയിൽ ഇത്തരത്തിൽ കെട്ടിടങ്ങൾക്ക് തീപിടുത്തമുണ്ടായി ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ, ഈ അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതും വളരെ ഗൗരവതരം തന്നെയാണ്. ഏതായാലും ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം പൂർത്തിയായി. ഈ പരിക്കേറ്റവരുടെയൊക്കെ നില 11 പേർക്ക് അതിഗുരുതരമായി പൊള്ളലേറ്റെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ട്. ശരി, എന്തായാലും സൗത്ത് ഡൽഹിയിലാണ് ഇത്തരത്തിൽ ഹോട്ടലിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 21 ആയിരിക്കുകയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 37 പേരെ രക്ഷപ്പെടുത്തിയതായാണ് അഗ്നിരക്ഷാസേന അറിയിക്കുന്നത്. മാളവ്യ നഗറിലെ ഹോട്ടലിലാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. ഏതായാലും തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം നൽകും എന്നതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിക്കേറ്റവരുടെ കുടുംബത്തിന് 50,000 രൂപയും നൽകും എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.